ഹായ് പ്രിയപ്പെട്ടവരെ, നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളൊരു പുതിയ കലാകാരിയെ പരിചയപ്പെടുത്തുകയാണ്. പുതിയ കലാകാരിയല്ല, പഴയ കലാകാരി തന്നെ. നിങ്ങൾക്കെല്ലാവരും അറിയാവുന്ന, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച, സപ്പോർട്ട് ചെയ്ത ഒരു കലാകാരി. നമ്മുടെ മോഹന സല്ലാപത്തിലൂടെ ആദ്യമായി പരിചയപ്പെടുത്തുന്ന ഒരു വനിതാ കലാകാരിയാണ്. ഇനിയിപ്പോൾ ആരാണെന്നല്ലേ, അനുലക്ഷ്മി അനൂപ് എന്നാണ് ഇപ്പോഴത്തെ പേര്. അന്ന് അനുലക്ഷ്മി എന്നായിരുന്നു. 2007 സ്റ്റാർ സിംഗർ എന്ന പ്രോഗ്രാമിലും 2009 ഗന്ധർവ സംഗീതം എന്ന റിയാലിറ്റി ഷോയിലൂടെ ഫൈനലിസ്റ്റായി വന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കലാകാരി അനുലക്ഷ്മി നമുക്ക് പരിചയപ്പെടാം. ഹായ് അനുമോളെ. നമസ്കാരം. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖമായിരിക്കുന്നു. ഇപ്പൊ നിലവിൽ എവിടെയാണ്? ഞങ്ങളിപ്പോ മസ്കറ്റിലാണുള്ളത്. മസ്കറ്റിലാണ്. ഓക്കെ. ഫാമിലി ഹസ്ബൻഡ് അവിടെ ബിസിനസ് ചെയ്യണു. അനൂപ് എന്നാണ് ആളുടെ പേര്. തൃശ്ശൂരാണ് വീട്. പിന്നെ 2 മക്കള്, പ്രയാഗ് അനൂപ്, ഗൗരിലക്ഷ്മി. അനൂപ് രണ്ടും സെയിം ആണല്ലോ പേര്. നല്ല ചേർച്ച. അനുലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സ്നേഹിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട്. അവരൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവും ഇപ്പം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ സന്തോഷിപ്പിക്കാൻ അല്ലെങ്കിൽ അവരുടെ സ്നേഹത്തിൽ നമ്മളും പങ്കുചേരാൻ വേണ്ടി ആദ്യം പാടുന്ന പാട്ട് ഏതായിരിക്കും? എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു പാട്ടെന്ന് പറഞ്ഞാൽ അനുരാഗിനെയാണ്. ഓക്കെ, അതൊരു 4 വരെ പ്ലീസ്. വോയിസ് കുറച്ച് അടഞ്ഞിരിക്കുകയാണ്. അതെ, സംസാരത്തിലേക്ക് തോന്നി. അതെ. അനുരാഗിണി ഇതായിൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അഭിലാഷ പൂർണിമേ അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. ആഹാ, സൂപ്പർ. 2007 സ്റ്റാർ സിംഗറിൽ പാടിയത്? അതെ, 2007 റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തു. അതിനുശേഷം 2009 കൈരളി ഗന്ധർവ സംഗീതം. ഓക്കെ, അന്നത്തെ ആ സാഹചര്യത്തെ കുറിച്ചൊന്ന് പറയുമോ? 2007 ഐഡിയ സ്റ്റാർ സിംഗറിൽ ഞാൻ ഡിഗ്രിക്ക് BA മ്യൂസിക് ട്രിവാൻഡ്രത്ത് വിമൻസ് കോളേജിൽ പഠിക്കുമ്പോഴായിരുന്നു അതിൻ്റെ ഓഡിഷൻ വന്നത്. ഓ, അത് ശരി. അങ്ങനെ ഓഡിഷന് പോയി, കിട്ടി. ഓക്കെ. അന്ന് അവിടെ ആദ്യം പാടിയ പാട്ട് വല്ലതും ഓർമ്മയുണ്ടോ? അന്നവിടെ വർഷങ്ങൾ എത്രയായി എന്നറിയാം, എന്നാലും. അതെ, അത് ഞാനൊരു ഓഡിഷന് ഞാൻ പാടിയത് എങ്കെ എന്നത് കവിത എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, തമിഴ് പാട്ടായിരുന്നോ? തമിഴായിരുന്നു. ഓ, അത് ശരി. അത് ഓർമ്മയുണ്ടോ? 2 ലൈൻ പ്ലീസ്. എങ്കെ എന്നത് കവിതേ കനവിലെ എഴുതി മടിത്ത കവിതേ എങ്കെ എന്നത് കവിതേ കനവിലെ എഴുതി മടിത്ത കവിതേ. വയ്ക്കാൻ പാടുന്നില്ല. ഓക്കെ. അനുലക്ഷ്മി, 2009 ഫൈനൽ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ റിയാലിറ്റി ഷോയിൽ ഗന്ധർവ സംഗീതത്തിൽ ഫൈനൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താണ് സംഭവിച്ചത്? 2009 ശേഷം പിന്നെ ഗന്ധർവ സംഗീതം കഴിഞ്ഞതിന് ശേഷം കുറേ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ. ഞാൻ ബിജു നാരായണൻ്റെ കൂടെയായിരുന്നു പ്രോഗ്രാംസ് ചെയ്തത്. ഒരുപാട് പ്രോഗ്രാംസ് ആളുടെ കൂടെ സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. പിന്നെ പല നമ്മുടെ സ്റ്റാർ സിംഗേഴ്സ് കൂടെ തന്നെ ഇഷാമ അവരൊക്കെ ഞങ്ങൾ ഒന്നിച്ച് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറുണ്ട്. കൂടുതലും ഞാൻ ബിജുവിൻ്റെ കൂടെ ആയിരുന്നു പ്രോഗ്രാംസ് ചെയ്തോണ്ടിരുന്നത്.
പിന്നെ ഫസ്റ്റ് ACVൽ ആങ്കറിങ് ചെയ്തു തുടങ്ങി. ആഹാ. ആങ്കറിങ്ങിൽ അത്ര ഒന്നല്ല, എന്നാലും ACVലാണ് ഫസ്റ്റ് ആങ്കറിങ് ചെയ്തത്. പിന്നെ അതിനുശേഷം ഞാൻ ദൂരദർശനിലൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, ദൂരദർശനിൽ ലൈവ് പ്രോഗ്രാം. അത് ശരി. അതേതായിരുന്നു? അത് അതിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ഇപ്പൊ ഫോണിംഗ് പ്രോഗ്രാം ആയിരുന്നു. ഓക്കെ ഓക്കെ. പിന്നെ അതിനുശേഷം ഏഷ്യനെറ്റില് ടോപ്പ് 5 എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ആങ്കർ ഒരു എനിക്ക് തോന്നുന്നൊരു 10 എപ്പിസോഡോളം ചെയ്തിട്ടുണ്ട്. അത് ശരി. ഓക്കെ. പിന്നെ അങ്ങനെ പ്രോഗ്രാംസ് തന്നെ. അത് കഴിഞ്ഞ് സൗണ്ട് എഞ്ചിനീയറിംഗിന് ചേർന്നു, ഡിഗ്രി കഴിഞ്ഞ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കൊച്ചിയിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു 1 ഇയർ. അതിനോടൊപ്പം തന്നെ പ്രോഗ്രാംസ് ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം 2015 ഞങ്ങളുടെ മാരേജ്. അതിനുശേഷം ഒരു മാസം നിന്നിട്ടില്ല നാട്ടില്, അപ്പൊ തന്നെ മസ്കറ്റിന് പോയി. അപ്പോഴും ആ സമയങ്ങളിലൊക്കെ സംഗീതം സാധകം ചെയ്യുന്നുണ്ടായിരുന്നല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. ഈ വിവാഹം 2015 അപ്പൊ 2015 ശേഷം സംഗീതം വിട്ടിട്ടില്ല? ഇല്ല, ഞാൻ മസ്കറ്റിൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു. മസ്കറ്റിൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. പിന്നെ മോനുണ്ടായതിനു ശേഷം കുറച്ചൊരു ഗ്യാപ്പ് വന്നു. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോഴും ആക്റ്റീവാണ് അവിടെ. ഓക്കെ. എന്തായാലും അനുലക്ഷ്മിയെ കാണാൻ കഴിഞ്ഞതിൽ തന്നെ ഒരുപാട് സന്തോഷമാണ്. അതായത് അനുലക്ഷ്മിയെ സ്നേഹിക്കുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വളരെ സന്തോഷമായിരിക്കും ഈ വീഡിയോ ഇപ്പം അനുലക്ഷ്മി ഇങ്ങനെ കാണുന്നതിലൂടെ. അപ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് വീണ്ടും ഒരു പാട്ട് പാടാം. ഏത് പാട്ടായിരിക്കും പെട്ടെന്ന് ഓർമ്മ വരുന്നത്? தென்றல் வந்து என்னை தொடும் ஆஹா சத்தம் இன்றி முத்தமிடும் பகலே போய்விட இரவே பால் கொடு நிலவே பன்னீரின் தூவி போய்விடு தென்றல் வந்து என்னை தொடும் ஆசத்தம் இன்றி മുത്തമിടും. ഇളയരാജയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഓക്കെ, സൂപ്പറായി പാടി, മനോഹരമായി പാടി കേട്ടോ. അതുപോലെ ഈ സ്കൂൾ കാലഘട്ടങ്ങളിലെ കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? അതായത് കലാപരമായിട്ട്? തീർച്ചയായിട്ടും എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മയുള്ളത് അതാണ്. എന്തൊക്കെ കലോത്സവം എന്നൊക്കെ പറയുമ്പോ ഭയങ്കര ഒരു അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു സമയമായിരുന്നു. അതെ അതെ. ഇന്നും എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കുട്ടികൾ സന്തോഷിക്കുന്നതും പങ്കാളികളാവുന്നതും ആ കലോത്സവത്തിലായിരിക്കും അല്ലേ? അപ്പം കലോത്സവത്തിൽ നമ്മൾ അന്ന് പാടിയിട്ടുള്ള പാട്ടുകൾ, അന്ന് നേടിയിട്ടുള്ള നേട്ടങ്ങൾ, അതിനെ കുറിച്ചൊന്ന് പറയുമോ? ഞാൻ 7 വർഷം സബ് ജില്ലാ കലാതിലകമായിരുന്നു. 1 വർഷം ജില്ല. പിന്നെ സ്റ്റേറ്റിലൊക്കെ ഒരുപാട് പ്രൈസുകൾ, സ്റ്റേറ്റ്, ജില്ല, അങ്ങനെ കുറെ പ്രൈസും കാര്യങ്ങളും. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ +2 മുരുകൻ കാട്ടാക്കടയുടെ കണ്ണട എന്ന റെസിറ്റേഷൻ പാടിയിട്ട് സ്റ്റേറ്റിൽ എനിക്ക് 3rd A grade ആയിരുന്നു. 3rd A grade. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അന്ന് പാടിയ ഏതെങ്കിലും ലളിതഗാനങ്ങൾ ഓർമ്മയുണ്ടോ? തീർച്ചയായിട്ടും. ഒരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. ഞാൻ സ്റ്റേറ്റിൽ പാടിയൊരു പ്ലീസ് പ്ലീസ്. ഉണ്ണായി പാടിയ നളചരിതത്തിലെ കണ്ണീരിൽ ഞാൻ വീണലിയുന്നു. ഉണ്ണായി പാടിയ നളചരിതത്തിലെ കണ്ണീരിൽ ഞാൻ വീണലിയുന്നു. ഈ ഗാനമായിരുന്നല്ലേ? ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. നന്നായി പാടും. നല്ല സംഗതി. ചന്ദ്രശേഖരൻ സാറിന്റെ പാട്ടാണ്. ഓഹോ. കലോത്സവ സമയത്ത് സാറിന്റെ വീട്ടിൽ പോയി നിന്ന് പഠിക്കാൻ, നമ്മുടെ റിലേറ്റീവ് കൂടെ ആണ്. ഓക്കെ ഓക്കെ. സംഗതികളൊക്കെ വളരെ ഗംഭീരമായി പാടുന്നുണ്ട്. സൂപ്പർ സൂപ്പർ. ഒരു വോയിസ് അടഞ്ഞിരിക്കുന്നോണ്ടുള്ള ഒരു ചെറിയൊരു സ്ട്രെയിൻ ഉണ്ട്. മനസ്സിലാവുന്നുണ്ട്. മൈക്കൊരാൾ പാടത്ത് പിടിച്ചേക്കണേ. അനുജി, ഈ കാണുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് ചിലപ്പോൾ അറിയാൻ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കാം, സംഗീതത്തിലോട്ട് കടന്നു വന്ന വഴികൾ എങ്ങനെയായിരുന്നു? തുടക്കം കർണാടക സംഗീതമാണോ പഠിച്ചത്? അതിനെക്കുറിച്ചൊന്ന് വിവരിക്കുമോ? ഞാൻ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ തുടങ്ങി കർണാട്ടിക് പഠിക്കാനായിട്ട്. പിന്നെ കുറെ എനിക്ക് തുടങ്ങിയത് എൻ്റെ അപ്പച്ചിയുടെ മോളാണ്.
പഠിപ്പിച്ചത്. ഓ അത് ശരി. ആള് MA മ്യൂസിക്കാണ്, ജയലക്ഷ്മി എന്നാണ് ആളുടെ പേര്. പിന്നെ അപ്പച്ചി ഗാനഭൂഷണമാണ്, സാധാരണ സംഗീത കോളേജിൽ അപ്പച്ചി പഠിച്ചതൊക്കെ. കുടുംബമെല്ലാം സംഗീതാത്മകമാണ്. വല്യച്ഛന്റെ മക്കളൊക്കെ പാടുന്നത്. അതെ അതെ അതെ. ചേട്ടൻ കലാപ്രതിഭയൊക്കെ ആയിരുന്നു, രതീഷ് എന്നാണ് ആളുടെ പേര്, ദുബായിലാണ്. പിന്നെ രാജേട്ടൻ അറിയാലോ, അതെ അതെ. ചേട്ടൻ എല്ലാരും പാട്ടിനോട് ബന്ധമുള്ള, കലാപരമായി ബന്ധമുള്ള ഒരു അതെ ഫാമിലി. അതെ. അപ്പോ ഞാൻ അത് കഴിഞ്ഞു പിന്നെ പല ടീച്ചേഴ്സിന്റെ കൂടെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോ പിന്നെ BA മ്യൂസിക് ആയിരുന്നു മെയിന്. കർണാട്ടിക് അതിനോടൊപ്പം തന്നെ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോ ക്ലാസിക്കൽ ഏതെങ്കിലും ഒരു 2 ലൈൻ? തീർച്ചയായിട്ടും. അടുത്തിപ്പം രംഗനാഥ ശർമ്മ എന്ന് പറഞ്ഞിട്ട് സാറിന് എല്ലാവർക്കും അറിയാം. സാറിന്റെ കൂടെ ഇപ്പം മസ്കറ്റിലൊരു ഏകതയുടെ ഒരു പ്രോഗ്രാം ഇപ്പൊ ഞാൻ ഇവിടെ വരുന്നതിന് ഒരു 1 വീക്കിന് മുന്നേ അത് ശരി അവിടെ രംഗനാഥ സാറിന്റെ കൂടെ രംഗനാഥ ശർമ്മ സാർ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഒരു 2 പേര് ഞാനൊരു ഭജൻ പാടാം. പ്ലീസ്. വെരി ഗുഡ്. മ്യൂസിക് ആയിരുന്നു മെയിന്. കർണാട്ടിക് അതിനോടൊപ്പം തന്നെ പഠിക്കുന്നുണ്ടായിരുന്നു. കരുണൈ ദൈവമേ കർപ്പകമേ, കരുണൈ ദൈവമേ കർപ്പകമേ, കരുണൈ ദൈവമേ കർപ്പകമേ, കാണവേതു മുതൽ കർപ്പകമേ, കരുണൈ ദൈവമേ കർപ്പകമേ, കാണവേതു മുതൽ കർപ്പകമേ, കരുണൈ ദൈവമേ കർപ്പകമേ. സൂപ്പർ സൂപ്പർ സൂപ്പർ. മസ്കറ്റിൽ എവിടെയാണ്? ഞങ്ങൾ മസ്കറ്റിൽ അസൈബ. ഓക്കെ. ഇപ്പം എന്ന് ചോദിച്ചാൽ എനിക്കറിയാവുന്നതായിരിക്കും, എനിക്കറിയില്ല, അത് പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയാണ്. അസൈബ. നാട്ടില് ഹസ്ബൻഡിന്റെ വീട്? ഹസ്ബൻഡിന്റെ വീട് തൃശ്ശൂരാണ്. തൃശ്ശൂർ എവിടെയാണോ? തൃശ്ശൂർ എരുമപ്പെട്ടി എന്ന് പറയാനുള്ളത്. ഓക്കെ. ഫ്ലാറ്റിന്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നല്ലേ? അതെ അതെ, ശോഭയിലാണ് ഫ്ലാറ്റ്. കയറി താമസം ഒന്നാണോ? അത് നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വീക്കിലേക്ക് പ്ലാൻ ചെയ്യുന്നത്. നെക്സ്റ്റ് മന്തിൽ. ഓക്കെ. എന്തായാലും വളരെ സന്തോഷം നമ്മുടെ മോഹന സലാം എന്ന ചാനലിൽ കൂടി അനുലക്ഷ്മിയെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിലും. ഇത് പരിചയപ്പെടുത്തേണ്ട ആളല്ല, എല്ലാവർക്കും അറിയുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന സ്നേഹിക്കുന്ന ആൾ തന്നെയാണ്. ഇനിയും തിരിച്ചിനിയിപ്പോൾ എന്നായിരിക്കും മസ്കറ്റിലോട്ട് പോവുക, തിരിച്ചു പോവുക? ഞങ്ങൾ ഓഗസ്റ്റ് 4-നായിരിക്കും മസ്കറ്റിലേക്ക്. ഓഗസ്റ്റിൽ. ഓക്കെ. ഓഗസ്റ്റ് 4-നാണ് പോകുന്നത്. 10th കുട്ടികൾക്ക് സ്കൂൾ തുറക്കും. എന്ന് വെച്ചാൽ വീടിൻ്റെ കയറി താമസമൊക്കെ കഴിഞ്ഞ് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്കിത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് പ്രേക്ഷകർക്ക് ഒരു പാട്ടോടെ കേൾക്കാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ഒരു മലയാള സംഗീതം. മായാമഞ്ജലിൽ ഇതുവഴി പോകും തിങ്കളേ, കാണാത്തമ്പൊരു തഴുകുമൊരു തൂവൽ തെന്നലേ, ആരും പാടാത്ത പല്ലവി കാതിൽ വീഴുമീ വേളയിൽ, കിനാവ് വരൂ വരൂ മായാമഞ്ജലിൽ ഇതുവഴി പോകും തിങ്കളേ. സൂപ്പർ സൂപ്പർ സൂപ്പർ. അടിപൊളി അടിപൊളി. അനുലക്ഷ്മി, വളരെ വളരെ സന്തോഷമുണ്ട് നമ്മുടെ ചാനൽ വന്നതിലും. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. നമ്മളത് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തുടർന്നും സംഗീതം ഇതുപോലെ തന്നെ സാധകം ചെയ്ത് മുമ്പോട്ട് തന്നെ കൊണ്ടുപോവുക. എല്ലാ ആശംസകളും നമ്മുടെ പ്രേക്ഷകരിൽ നിന്നുണ്ടാവും, എല്ലാ സ്നേഹവും സപ്പോർട്ടും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം. പറയും പ്രേക്ഷകർക്ക് എന്നോട് എന്താ പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. എല്ലാവർക്കും എന്നെ കാണുമ്പോൾ ഒരുപാട് മാറ്റം വന്നല്ലോ ഫേസിലൊക്കെ. അതെ അതെ അറിയുന്നവർക്കൊക്കെ. അതെ അതെ. വർഷങ്ങൾ എത്ര ആയല്ലോ. അതെ അതെ. ഒരുപാട് സന്തോഷം. ഓക്കെ. താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതും വരെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും
സന്തോഷം, സ്നേഹം അറിയിക്കുന്നു. താങ്ക് യു.